BJP തിരംഗയാത്ര നടത്തി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. ഭാരതീയ ജനതാ പാർട്ടി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ടോത്ത് ശ്രീ കൂർമ്പ ക്ഷേത്ര പരിസരത്ത് നിന്നും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് തിരംഗയാത്ര നടത്തി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസ്മിത കാത്തു സൂക്ഷിക്കുന്ന, ഈ നാടിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന, ഈ നാടിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യത്യസ്ത മതജാതി വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളും വന്ദേമാതര ഗാനം ആലപിക്കുക. അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി കൂടുതൽ ഊർജം പകർന്ന ആ ഗീതം ഇന്ന് ആലപിക്കില്ല എന്ന് പറയുന്നു. ആര് പറയുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന ഈ കേരളത്തിലെ ഭരണകൂടം പറയുന്നു. ഈ നാടിന്റെ ഉയർച്ച ആഗ്രഹിക്കാൻ കഴിയാത്തവർ, ഈ നാടിന്റെ ദേശീയ ഗീതം ആലപിക്കാൻ കഴിയാത്തവർ, അവർക്കുള്ള സ്ഥാനം ഇന്ത്യയിലല്ല, അവർക്കുള്ള സ്ഥാനം പാകിസ്ഥാനിലോ ചൈനയിലോ ആണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതല്ല നാം ആഗ്രഹിക്കുന്നത്. ഇത്തരമൊരു സമീപനമല്ല ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്ത് സ്വീകരിക്കുന്നത്. ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ VD സതീശൻ കോൺഗ്രസിന്റെ നേതാവായിരിക്കാം, ഇന്നലെ വരെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കാം. പക്ഷെ ഇന്ന് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ കേവലം ഒരു മുസ്ലിം ലീഗിന്റെ മാത്രം നേതാവല്ല, അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ മാത്രം നേതാവല്ല, അവർ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവുമാണ്. ഈ കേരളത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, ഈ നാടിലെ കോടിക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പറയുന്നു വന്ദേമാതരം ആലപിക്കില്ല എന്ന്. നാടിനെ കൂടുതൽ അപായപ്പെടുത്തുന്ന, നാടിനെ കൂടുതൽ അപകടപ്പെടുത്തുന്ന തീരുമാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ വെച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ്ജസ്വലതയ്ക്ക് വേണ്ടി പോരാടുന്നതിന് വേണ്ടി കൂടുതൽ ഉത്തേജകമായിട്ടുള്ള ആ ഗീതം അത് ചൊല്ലാൻ വേണ്ടി എടുത്ത ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനം, അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ലെങ്കിലും പേര് അത് തന്നെയാണല്ലോ. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് പറയുന്നു ഈ ആഗസ്റ്റ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ വന്ദേമാതരം ആലപിക്കില്ല എന്ന്. വന്ദേമാതരം ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർബന്ധം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമം. എങ്ങനെയാണ് നാം ദേശീയ ഗാനത്തിന് വില കൽപ്പിക്കുന്നത്? എങ്ങനെയാണ് ദേശീയ ഗാനത്തോട് നാം പരമമായ പവിത്രമായ ആ ദേശീയ ഗാനത്തെ നാം കാണുന്നത്? അതേ പവിത്രതയോടുകൂടി തന്നെ കാണേണ്ടതാണ് വന്ദേമാതരം എന്നുള്ള നിയമവും ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ആലപിക്കില്ല എന്ന് VD സതീശൻ എന്ന കേരളത്തിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പറയുന്നുവെങ്കിൽ, ഈ VD സതീശൻ ഒരുപാട് മൗദൂദിമാർ പോലും അത് പറയില്ല. ഇത്തരം ഒരു നാടിനെ വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വിഭജിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ജിന്നയുടെ പിന്മുറക്കാർ പോലും ഇത് പറയില്ല. മണ്ഡലം പ്രഭാരി സനിൽ കുമാർ AV, മേഖലാ പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറിമാരായ നന്ദകുമാർ, രവീന്ദ്രൻ C, സോഷ്യൽ മീഡിയ കൺവീനർ നവീൻ കുമാർ, ഭഗത് അന്നൂർ, വിവിധ മോർച്ച നേതാക്കൾ എന്നിവർ യാത്രയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.